കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി സംസാരിച്ചതാണ് ഈ ബ്രീത്ത് അനലൈസിംഗ് സംവിധാനത്തെ പറ്റി. റിപ്പോർട്ടർ കൊണ്ടുവന്ന ആ വാർത്തയിൽ ഇപ്പോൾ ഒരു നടപടിയായിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇംപാക്ട് മദ്യപിച്ചെന്നാരോപിച്ച് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ കോഴിക്കോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർ TK ഷിബീഷ് തിരുവനന്തപുരത്ത് KSRTC ആസ്ഥാനത്തെത്തി മദ്യപിച്ചിരുന്നില്ലെന്നും ഹോമിയോ മരുന്ന് മാത്രമായിരുന്നു കഴിച്ചിരുന്നതെന്നും തെളിയിച്ചതായി ഷിബീഷ് പറഞ്ഞു. മരുന്ന് കഴിക്കുന്നതിന് മുൻപും ശേഷവും പരിശോധന നടത്തി. ഹോമിയോ മരുന്ന് കഴിച്ച ശേഷം 5% ആൽക്കഹോൾ സാന്നിധ്യം കാണിച്ചതായും ഷിബീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇതുപോലെ ബ്രീത്ത് അൻസെല്ലാം ഊതിച്ചപ്പോൾ അവിടെ 0.9 കണ്ടിരുന്നു. അന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് 2 വീതം ഗുളിക ഞാൻ 6 കഴിച്ചിരുന്നു. 6 കഴിച്ചതിൻ്റെ പോയിൻ്റ് ആയിരിക്കും അന്ന് 9 കാണിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ടല്ല, ഈ ഗുളിക കുടിച്ചതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് മദ്യപിച്ചെന്നും പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ അന്ന് ഈ പ്രശ്നങ്ങളായപ്പോഴാണ് MD എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചത്. ഇവിടെ ആ സ്ഥാനത്ത് വന്നിട്ട് മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിലും AD വിജിലൻസിൻ്റെ മുമ്പിലൊക്കെയാണ് ഞാൻ ഹാജരായത്. അവർ വെച്ച് ഡോക്ടർ മുമ്പിൽ നിന്നാണ് എന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ പരിശോധന നടത്തി. മരുന്ന് കുടിക്കാതെ എന്നെ ഊതിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മരുന്ന് തന്നിട്ട് ഒരു 3 ഗുളിക തന്നിട്ട് ഊതിപ്പിച്ചു. അപ്പോൾ മരുന്ന് കുടിക്കാതെ ഊതിയപ്പോൾ 0, മരുന്ന് കുടിച്ചപ്പോൾ ആ 3 ഗുളിക കുടിച്ചുള്ളൂ. അപ്പോൾ 5 പോയിൻ്റ് കാണിച്ചു. വെള്ളം മദ്യപിച്ചിട്ടല്ല അത് കാണിച്ചതെന്നുള്ള ഇവർക്ക് മനസ്സിലായി. ആ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് അത് വന്നതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. അശ്വിൻ ഡിയാഗോ, കഴിഞ്ഞ ദിവസം ഈ മനുഷ്യന്റെ സങ്കടം കണ്ട് നമുക്കും ഒരു വിഷമം തോന്നിയതാണ്. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്തയാൾ മദ്യപിച്ചതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമാണ് ഷിബീഷിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ പരിശോധന അന്ന് ഷിബീഷ് പറഞ്ഞപ്പോൾ അത് മുഖവിലക്കെടുത്ത് അവിടെ തന്നെ നടത്തിയത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ലേ? ഇപ്പോൾ ഈ വിഷയത്തിൽ വാർത്തയായതിന് പിന്നാലെ MD അടക്കം ഇടപെടുകയും മദ്യപിച്ചില്ല എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണോ അശ്വിൻ? തീർച്ചയായും സുജിയ, അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഷിബീഷ് ഉള്ളത്. കാരണം താൻ മദ്യപിച്ചിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് ഈ പരിശോധനയിൽ റീഡിംഗ് എത്തിയത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ച് ആണ് ഈ റീഡിംഗ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് KSRTC ആസ്ഥാനത്തെത്തി ഈ നിരപരാധിത്വം താൻ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയായിരുന്നു. ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് മുൻപും ശേഷവും ഇദ്ദേഹം ബ്രത്ത് അനലൈസിലൂടെ പരിശോധന നടത്തി. ഇതിൽ ഹോമിയോ മരുന്ന് കഴിച്ചതിന് ശേഷം 5% ആൽക്കഹോൾ കണ്ടന്റ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും താൻ ഒരു നിരപരാധിയാണ് അല്ലെങ്കിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷത്തിലാണ് ഇപ്പോൾ ഷിബീഷ് ഉള്ളത്. അല്ലേ, സന്തോഷമായില്ലേ? സന്തോഷമായി. കാരണം അത്രയ്ക്കും ഒരു മാനസികാവസ്ഥ എന്നാണ് ഞാൻ വരുന്നത്. കാരണം ഇത് അന്ന് ബ്രീത്ത് അൻസെൽ ഊതിച്ച് ഞാനൊരു മദ്യപാനാണ് അല്ലെ മദ്യപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ നാട്ടിലും എല്ലായിടത്തും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം നമ്മളൊരു കുടിയനാണ് അല്ലെങ്കിൽ ഒരു മദ്യപാനിയാണ് എന്നുള്ള ഒരു രീതിയിലാണ്. അങ്ങനെ ആൾക്കാരുടെ അത്രയ്ക്ക് ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് ആ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് അന്ന് MD വിളിപ്പിച്ചത് ഇങ്ങോട്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതിന് വേണ്ടി തന്നെ ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നു, ഇവിടെ വന്നു. പിന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് നമ്മുടെ BMS സംഘടനയുടെ കൂടെ ഉണ്ട്. ഈ പരിശോധനയിലെ ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഊതി കാണിച്ചില്ലേ, അപ്പോൾ എത്ര റീഡിംഗ് വന്ന്? അപ്പോൾ ഞാൻ ആ മരുന്നും കൊണ്ടാണ് വരാൻ പറഞ്ഞത്. ആ മരുന്നും കൊണ്ട് വന്ന് ഇവിടെ ED വിജിലൻസിൻ്റെ അടുത്താണ് ഹാജരാകുന്നത്. അപ്പോൾ ഇവിടെ മെഡിക്കൽ ബോർഡിൻ്റെ ഡോക്ടർ ഉണ്ട്. അവരെ മുഖാന്തരം നിന്ന് അവർ ആ മരുന്ന് കഴിക്കാതെ എന്നെ കൊണ്ട് ഊതിച്ചു. അപ്പോൾ 0 ആണ് കാണിച്ചത്. പിന്നെ എനിക്ക് അതിൽ നിന്നും ഒരു 3 ഗുളിക എടുത്ത് തന്നിട്ട് കുടിച്ചിട്ട് ഊതാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ 5 കാണിച്ചു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഞാൻ മദ്യപിച്ചിട്ടല്ല അത് കണ്ടത്, ഈ മരുന്ന് കുടിച്ചിട്ട് തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് ബോധ്യമായത്. മരുന്ന് അവർ വാങ്ങി വെച്ചോ? മരുന്നെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. സീറ്റ് അവർ വാങ്ങി വെച്ചതാണ്. പിന്നെ ഞങ്ങളോട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. പിന്നെ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് കണ്ടപ്പം തന്നെ അവർ പോയിക്കൊന്നു. ജോലിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? വീട്ടുകാർക്ക് എങ്ങനെ ഒരു പ്രതികരണമായിരുന്നു? ജോലിയിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ തന്നെ അവൻ വീട്ടിൽ കൊലയിലിരിക്കുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു എന്നാ കുടി തുടങ്ങിയത്, എന്താ ഇങ്ങനെയൊക്കെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴേ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ അച്ഛനല്ല എല്ലാവർക്കും ഒരു സന്തോഷമാണുള്ളത്. അതിന്റെ എല്ലാവരുടെ മുമ്പിലും ഇപ്പോൾ ഞാൻ നിരവധിയായി തെളിഞ്ഞല്ലോ. ഇപ്പോൾ അത് മതി. അതുപോലെ ഇതിപ്പോഴേ അന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഷിബീഷ് KSRTC ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചു, പരിശോധനയിൽ തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് പേടിയുണ്ട് ഇപ്പോഴും. കാരണം ഇനി ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന നേരം എല്ലാവരും നമ്മൾ അറിയുന്നതാണല്ലോ. കാരണം ഡ്രൈവറെ കാണുമ്പോൾ തന്നെ ഇയാളെന്നാ പിടിച്ച ആളാണല്ലോ, മദ്യപിച്ചിട്ട് പിടിച്ചാണ്. അപ്പോൾ ഇനി ഞാനൊരു നിരപരാധി ഇതിലിപ്പോൾ തെളിഞ്ഞ് നിരപരാധിയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ വിഷമല്ല. കാരണം ഞാനിപ്പോൾ നിരപരാധി തെളിഞ്ഞല്ലോ. പോലെ ഇത് പിന്നെയും കാണല്ലോ. ഇപ്പോൾ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് KSRTC ബസ്സിലായാലും തിരിച്ചറിഞ്ഞു? ഉണ്ട്. പലവരും കണ്ടോല് ചോദിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഒന്നാള് മദ്യ പിടിച്ച ആളെന്നുള്ള ആ ചോദ്യം നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ തത്സമയം ലോകം മുഴുവൻ കാട്ടിക്കൊടുക്കുകയാണെന്ന് കൂടി ഷിബീഷിനോട് പറഞ്ഞോളൂ. കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്ന സംവിധാനത്തിനൊപ്പം നിൽക്കാൻ റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം ഉണ്ടാവില്ല. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ് നമ്മുടെ ടാഗ്ലൈൻ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കും.
അതെ, സുജയ മാം പറയുകയാണേ നിരപരാധം ലോകം മൊത്തം കണ്ടുകഴിഞ്ഞു. തന്നെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ആ ഇതിനുള്ള പരിപാടി നമ്മൾ സുബീഷിന് ഇപ്പോൾ എന്തായാലും ഹാപ്പി ആയില്ലേ? ഇപ്പോൾ തിരിച്ച് സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് മടങ്ങാം. സന്തോഷത്തോടെ തന്നെ വീട്ടിൽ പോണത്. അതെ അതെ, വളരെ സന്തോഷത്തോടെ തന്നെയാണ് പോണത്. ഇപ്പോൾ വീട്ടിൽ നേരത്തെ അച്ഛൻ ചോദിച്ചു എന്ന് പറഞ്ഞില്ല എന്നോട്ടായി ശീലം തുടങ്ങി. അച്ഛനോട് ധൈര്യമായിട്ട് പറയും ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല ധൈര്യം പറയാലോ, പറയാന്നില്ല, അച്ഛൻ എന്നെ അറിയാം. ഹോമിയോ ചതിച്ചതാണെന്ന് പറയാം. ഹോമിയോ മരുന്ന് കഴിച്ച ഒരു ആൾക്ക്, അതായത് ഒരു ഡ്രൈവർക്ക് 5% ആൽക്കഹോൾ പ്രസൻസ് അത് ഇപ്പോൾ ടെസ്റ്റിലും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മദ്യപിച്ചിരുന്നില്ല ഷിബീഷ് അന്നും ഇന്നും. ഈ 2 പരിശോധനകളിലും മദ്യപിക്കാതെ തന്നെ ഈ മദ്യത്തിന്റെ സാന്നിധ്യം ഈ സംവിധാനത്തിലുണ്ട് എന്നതുകൂടി ഷിബീഷ് ഇപ്പോൾ അധികൃതർക്ക് ബോധ്യമാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ വാർത്ത നമുക്ക് പുറത്തു കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തതിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കുറ്റം ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്കും വേദനയുണ്ടാകുന്ന കാര്യമാണല്ലോ.